സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശിനെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും പ്രതികളാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ. സന്തോഷ് മാധവന് ബിനാമി ബന്ധമുള്ള സ്ഥാപനത്തിന് മിച്ചഭൂമിയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ അനുമതി നൽകിയ കേസിലാണ് രണ്ട് മുൻ മന്ത്രിമാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അടൂർ പ്രകാശ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ തിരുവനന്തപുരം വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 2 എഫ്ഐആർ ഇട്ടത്. ഡിവൈഎസ്പി RD അജിത്തിന്റെ നേതൃത്വത്തിലുള്ളതാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം കേസിൽ മുൻ മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകി 128 ഏക്കർ മിച്ചഭൂമിയിൽ പാർക്കിന് അനുമതി നൽകി എന്നതാണ് കേസ്. അവസാനവട്ട റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാനും മൂവാറ്റുപുഴ പ്രത്യേക വിജിലൻസ് ജഡ്ജി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ക്രിമിനൽ ശിക്ഷാ നിയമത്തിലെ 13B, 409 വകുപ്പുകളും 1988 അഴിമതി നിരോധന നിയമത്തിലെ 15 വകുപ്പുകൾ പ്രകാരവുമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2015 ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗമായിരുന്നു ഈ വിവാദ തീരുമാനമെടുത്തത്. എസ് ഷീജ, തിരുവനന്തപുരം. മലാപ്രമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതിയും. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് PTA ഹർജിയും തള്ളി. ജൂൺ 8 സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ അംഗീകാരം. ജൂൺ 8 സ്കൂൾ പൂട്ടണം. അധ്യയനം ആരംഭിച്ചെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും അടിയന്തരമായി സ്റ്റേ വേണമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി ഉത്തരവ് ഉടൻ നടപ്പിലാക്കാനും നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് PC ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാൻ ആവശ്യത്തിലേറെ സമയം ലഭിച്ചിരുന്നുവെന്നും സർക്കാർ നേരത്തെ തന്നെ ബദൽ മാർഗം തേടേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. സ്കൂൾ പൂട്ടാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും മുൻ സർക്കാർ ഇതിനെ അനുകൂലിച്ചിരുന്നു. ഹൈക്കോടതി ഇതിന് അംഗീകാരവും നൽകി. ഇതേ തുടർന്ന് മാറിവന്ന LDF സർക്കാരും സ്കൂളിലെ അധ്യാപക രക്ഷിതാക്കളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇനി മലാപ്പറമ്പ് സ്കൂൾ പ്രദേശത്ത് ചിറകു വിടർത്താം. 75 പരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഭാവി ഇരുട്ടിലേക്കും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീം കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യും. മറ്റ് സ്കൂളുകളിൽ സമാന സാഹചര്യം ഉണ്ടാകുന്നത് തടയാൻ നിയമ ഭേദഗതി നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി മാനിക്കുകയാണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് കിട്ടിയ ശേഷം എന്ത് നടപടിയെടുക്കണമെന്ന് കൂടിയാലോചനയോടെ തീരുമാനിക്കും. സർക്കാർ ഏറ്റെടുക്കാനല്ലെങ്കിൽ അത് കൂടിയാലോചിക്കണം. ഒന്നാമത് വിധി എന്താണെന്ന് മനസ്സിലാവണം. അതിനുശേഷം കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം കൂടിയാലോചിച്ച് തീരുമാനിക്കും. 8 തീയതി കൂട്ടണമെന്നാണ് ഹൈക്കോടതി. അപ്പോൾ ആ ദിവസത്തെ എങ്ങനെ അതിജീവിക്കും? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഒന്ന് മനസ്സിലാവട്ടെ. സുപ്രീം കോടതി വിധി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് കൃത്യമായിട്ടിപ്പോൾ കിട്ടിയിട്ട് പിന്നെ അതിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. ഏതായാലും വിധി നമ്മൾ പൂർണ്ണമായിട്ടും മാനിക്കുകയാണ്. ബാക്കി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു കൂടിയാലോചനയോട് മാത്രമേ പറയാൻ. അതെ, അത് മറ്റുള്ള സ്കൂളുകൾക്ക്, ഇനി വരാൻ പോകുന്ന സ്കൂളുകൾക്ക് അത് കഴിയും. അതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ആ മറ്റുള്ള സ്കൂളുകളൊക്കെ അടയ്ക്കാതിരിക്കുവാനുള്ള ശ്രമം. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതി യോഗം ചേരും. വിശദാംശങ്ങളുമായി മലാപ്പറമ്പ് സ്കൂളിൽ നിന്നും PB കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഒരുപക്ഷെ വൈകാരികമായി തന്നെയാണ് ഈ വിധിയെ ആ നാട്ടുകാർ എടുത്തിരിക്കുന്നത്, കേരളം ഒന്നാകെ എടുത്തിരിക്കുന്നത്. യോഗം ചേരുന്നു. എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക? ജിംഷാദ്, സുപ്രീം കോടതി വിധി കൂടി വന്നതോടെ മലാപ്പറമ്പ് സ്കൂൾ PTA അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, ഈ നാട്ടുകാരെല്ലാം വലിയ ആശങ്കയിലാണ്. സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ള അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ അടിയന്തര യോഗം മലാപ്പറമ്പ് സ്കൂളിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും അതുപോലെ തന്നെ PTA ഭാരവാഹികളും ഇവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. ഭാസി, മലാപ്പറമ്പ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ആശങ്ക
ആശങ്കയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. 60 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. ഈ കുട്ടികൾ, അതായത് അധ്യയനം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടു, സ്കൂൾ തുറന്ന ദിവസങ്ങൾ പിന്നിട്ടു. ഇനി ഇവരെ ഇവിടെ ചേർക്കണം, ഇവിടേക്ക് മാറ്റി ചേർക്കണം അടക്കമുള്ള വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സ്കൂൾ നിലനിർത്താൻ വേണ്ടി ഇനിയും എന്തൊക്കെ പ്രായോഗിക മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. എ പ്രദീപ് കുമാർ MLA ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂൾ സംരക്ഷണ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. അതിൽ പ്രദീപ് കുമാർ MLA ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജിംഷാദ്. ശരി കുട്ടൻ, തുടരുന്ന മുറയ്ക്ക് ബന്ധപ്പെടാനാകും. കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ യോഗം അല്പസമയത്തേക്ക്. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് ഉറച്ചു തന്നെ KPCC അധ്യക്ഷൻ VM സുധീരനും. നേതൃമാറ്റം എന്ന ആവശ്യം മാധ്യമ സൃഷ്ടിയാണെന്നും സുധീരൻ പറഞ്ഞു. മദ്യനയം അപ്രായോഗികമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന മുൻ എക്സൈസ് മന്ത്രി K. ബാബുവിന്റെ നിലപാടിന് തൊട്ടുപിന്നാലെയാണ് പ്രമുഖ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന് സുധീരനെ ഉന്നം വച്ചും ചെന്നിത്തല ആഞ്ഞടിച്ചു. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അതേസമയം മദ്യനയത്തിൽ യാതൊരു അപാകതയുമില്ലെന്നും UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുമാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുധീരൻ അറിയിക്കും. നേതൃമാറ്റം എന്ന കാര്യം ചർച്ചാ വിഷയമായിട്ടില്ലെന്നും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി മുൻനിർത്തി സുധീറിനെതിരെ പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും. എന്നാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉള്ളതിനാൽ തൽക്കാലം നേതൃമാറ്റം എന്ന ആവശ്യം നടക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഓഹരി ഇടപാടുകളിലും ക്രമക്കേട്. ഓഹരി ഉടമകളിൽ അധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റുകാരും. സെന്റിന് 5000 രൂപ വിലയുള്ള ഭൂമി ഇവർ വാങ്ങിയത് 2 ലക്ഷം രൂപയ്ക്ക്. ഡയറക്ടർ ബോർഡിലുള്ള പലരും ബിനാമികളാണെന്നതിനുള്ള തെളിവും പീപ്പിൾ TV പുറത്തുവിട്ടു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഓഹരി ഉടമകളിലധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണെന്ന് ആക്ഷേപം ഉയരുന്നത്. 300 കോടിയോളം രൂപ മുടക്കിയാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹായകരമാകുന്ന മെഡിക്കൽ കോളേജ് പണിയുന്നതിന് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത്. ഹരിപ്പാട് സ്വന്തമായി ബാറുകളും നിരവധി കള്ളുഷാപ്പുകളുമുള്ള അബ്കാരിയുടെ പേരിലാണ് ഒരു ഓഹരി എടുത്തിരിക്കുന്നത്. ബിനാമി പേരിലാണ് BDJ സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മുൻ ദേവസ്വം ബോർഡംഗം ഓഹരി എടുത്തിരിക്കുന്നത്. കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റുകാരും ബോർഡംഗങ്ങളായുണ്ട്. സെന്റിന് 2000 മുതൽ 8000 രൂപ വിലയുള്ള നിലം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകിയാണ് ആശുപത്രി പണിയാൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിനായി 13 ഏക്കർ സ്ഥലം എടുത്തതിൽ മാത്രം 10 കോടിയോളം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ വ്യാപകമായി അഴിമതി നടത്തുന്നതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന് 26% മാത്രം ഓഹരിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് പണിയുന്നതിനായാണ് MLA രമേശ് ചെന്നിത്തല തിടുക്കം കൂട്ടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിൽ മുൻ DGP TP സെൻകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി അതൃപ്തി രേഖപ്പെടുത്തി. കേസിൽ പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതായുള്ള റിപ്പോർട്ട് അപൂർണമാണെന്നും വിശദമായ പുതിയ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് തന്നെ സമർപ്പിക്കണമെന്നും JB കോശി TP സെൻകുമാറിന് നിർദ്ദേശവും നൽകി. പെരുമ്പാവൂർ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വീഴ്ചയും അന്വേഷണം ഇഴയുന്നതും സംബന്ധിച്ച നിരവധി പരാതികൾ മനുഷ്യാവകാശ കമ്മീഷനിലെത്തിയ സാഹചര്യത്തിലാണ് മുൻ DGP TP സെൻകുമാറിനോട് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉത്തരവിട്ടിരുന്നത്. അതേസമയം മുൻ DGP TP സെൻകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്ന് പറഞ്ഞ ചെയർമാൻ ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിൽ അതൃപ്തിയും രേഖപ്പെടുത്തി. ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്നാണ് വീട് സീൽ ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സീൽ ചെയ്യാൻ താമസിച്ചതിൻ്റെ കാരണം എന്താണ്, അതിന് ഉദ്യോഗസ്ഥരുടെ പേരുകൾ എന്താണ്, അത് ഞാൻ ചോദിച്ചിരുന്നു. അതിന് മറുപടിയില്ല. താൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ FIR, പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് എന്നിവയുടെ പകർപ്പുകളില്ലെന്നും JB കോശി പറഞ്ഞു. ഇതൊക്കെ പോലീസിന്റെ വീഴ്ച വ്യക്തമാകുന്നതാണെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കോശി പറഞ്ഞു.
സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോ റെയിൽ 2017 മാർച്ചിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. ഇതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് 3 മാസത്തിൽ സമർപ്പിക്കണം. നിർമ്മാണ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും. ഇ ശ്രീധരന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് KMRL DMRC സംയുക്ത യോഗം വിളിക്കാനും യോഗത്തിൽ തീരുമാനമായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 ഹെക്ടറിൽ കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. തിരികെ മടങ്ങാം ജൈവികതയിലേക്കെന്ന പദ്ധതിയിലൂടെ ജൈവ പച്ചക്കറി തോട്ടത്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടക്കവുമായി. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചാണ് SFIയുടെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജൈവ പച്ചക്കറി തോട്ടത്തിന് തുടക്കമായത്. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴത്തൈ നട്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറി കർശന പരിശോധന നടത്തും. വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പച്ചക്കറി കൊണ്ടുവരുന്നവര് വിഷരഹിത പച്ചക്കറിയാണ് എന്ന് ഉറപ്പുവരുത്തും. വിഷമുള്ള പച്ചക്കറിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവരാനുള്ള അനുമതി ഇല്ലാതാകും. മറ്റ് നിയമ നടപടികൾ അവരുടെ മേൽ സ്വാഭാവികമായിട്ടും വരികയും ചെയ്യും. ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് 50,000 ഹെക്ടർ സ്ഥലത്ത് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണമെന്നാണ്. വാഴകൃഷിക്ക് പുറമെ പച്ചക്കറികളായ ചീര, വഴുതന, തക്കാളി എന്നീ തൈകളും കോളേജ് വിദ്യാർത്ഥികൾ നട്ടു. പച്ചക്കറി കൃഷിയുടെ വളർച്ച പരിശോധിക്കാൻ 2 മാസം കഴിയുമ്പോൾ താൻ എത്താമെന്നും മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. പരിസ്ഥിതിക്കും വികസനത്തിനും സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനായി സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ഇവ സംഭരിക്കേണ്ടതുണ്ടെന്നും പിണറായി വ്യക്തമാക്കി. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തനിക്ക് 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തതായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരൻ. കേസ് പരിഗണിക്കവേ തുറന്ന കോടതിയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയ ജഡ്ജി താൻ ഈ കേസിൽ നിന്നും പിന്മാറുന്നതായും പ്രഖ്യാപിച്ചു. കോഫെപ്പോസ പ്രകാരമുള്ള കരുതൽ തടങ്കലിൽ നിന്നും പ്രതികളെ ഒഴിവാക്കാനായിരുന്നു കോഴ വാഗ്ദാനമെന്നാണ് ജഡ്ജി പറഞ്ഞത്. നെടുമ്പാശ്ശേരി വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശികൾ പ്രതികളായ കേസ് പരിഗണിക്കവെയാണ് ജഡ്ജിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിലുണ്ടായത്. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, A ഹരിപ്രസാദ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത്. കോഫെപ്പോസ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതിനിടെ താൻ പ്രസ്തുത കേസ് കേൾക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നതായി ജസ്റ്റിസ് KT ശങ്കരൻ തുറന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. പ്രതികൾ തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തുവെന്നും ജഡ്ജി ഓപ്പൺ കോടതിയിൽ വെളിപ്പെടുത്തി. പ്രതികളുടെ കരുതൽ തടങ്കൽ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപയുടെ കോഴയാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നും ജഡ്ജി പറഞ്ഞു. എന്നാൽ ബാഹ്യമായ ചില കാരണങ്ങളാൽ താൻ കേസിൽ നിന്ന് ഒഴിവാകുന്നു എന്നാണ് ജസ്റ്റിസ് KT ശങ്കരൻ ഉത്തരവിൽ രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഡ്വക്കേറ്റ് ജനറലായി സുധാകർ പ്രസാദ് ചുമതലയേറ്റു. ഹൈക്കോടതി സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ AG KP ധണ്ടപാണി ഉൾപ്പെടെ ഒട്ടേറെ മുതിർന്ന അഭിഭാഷകരും പ്രമുഖരും സന്നിഹിതരായിരുന്നു. കോടതിയും സർക്കാരും പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആർബിട്രേഷൻ കേസുകളിൽ സർക്കാരിന് പരമാവധി വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും സ്ഥാനമേറ്റെടുത്ത ശേഷം സുധാകർ പ്രസാദ് പറഞ്ഞു. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും നീതി ലഭ്യമാക്കാൻ താൻ പരമാവധി ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് ജനറൽ സുധാകർ പ്രസാദ് വ്യക്തമാക്കി. ഗുജറാത്ത് കലാപത്തിനിടെ ഉണ്ടായ ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ജഡ്ജി PB ദേശായി അധ്യക്ഷനായ അഹമ്മദാബാദ് പ്രത്യേക കോടതിയാണ് ശിക്ഷാവിധി മാറ്റിവെച്ചത്. കൂട്ടക്കൊലക്കേസിൽ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷയായി ജീവപര്യന്തം നൽകണമെന്ന് ഹർജിക്കാർ വാദിച്ചു. ഇരകളെ ജീവനോടെ ചുട്ടുകരിച്ച പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കോൺഗ്രസ് MP ഇർഷാൻ ജാഫ്രി അടക്കം 69 പേരെയാണ് കൂട്ടക്കൊല ചെയ്തത്. PHP നേതാവ് അതുൽ വൈദ്യ അടക്കം 24 പേരാണ് പ്രതികൾ. ഇനി റംസാൻ കാഴ്ച. റമദാൻ വ്രതം ആരംഭിച്ചു. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് വ്രതം ആരംഭിച്ചത്.
മനസ്സും ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് ഒരു മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൈവ കൃഷി വിജയിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെ ലാഭകരമാക്കാമെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പുത്തൂരിലെ കർഷകനായ ബാലചന്ദ്രൻ. കൃഷിയും സംഭരണവും വിപണനവും പരാശ്രയമില്ലാതെ നടപ്പിലാക്കിയാണ് ഈ കർഷകൻ മാതൃകയാവുന്നത്. 10 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ബാലചന്ദ്രന്റെ ജൈവ കൃഷി. വെണ്ടയ്ക്ക, വഴുതന, തക്കാളി, മുളക്, വാഴ തുടങ്ങി കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിയിലൂടെ ഒരു ദിവസം മിനിമം ഒരിനം മാത്രം 500 കിലോയോളം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു. കൃഷി വകുപ്പിന്റെ നിർദ്ദേശവും സഹായം കൂടി ആയതോടെ ബാലചന്ദ്രന്റെ ജൈവകൃഷി മെഗാ ഹിറ്റായി. എന്നുമാത്രമല്ല, വിഷരഹിത പച്ചക്കറി വാങ്ങുന്ന ഉപഭോക്താക്കളെ കൂടി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് കോളിഫ്ലവറിന് പകരം വാഴക്കൂമ്പ് ഉപയോഗിക്കാമെന്ന നിലപാട് സ്വീകരിച്ചാൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോകാനാകുമെന്ന് ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ എല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിലേ പാചകം ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ മാറ്റണം. നമ്മൾ ഈ തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കി തരുന്ന എല്ലാ സാധനത്തിനും അനുസരിച്ചാണ് നമ്മൾ അടുക്കളയിലെ മെനു തീരുമാനിച്ചത്. അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് അടുക്കളയിലെ മെനു തീരുമാനിക്കണം. കോളിഫ്ലവർ ഉണ്ടെങ്കിലേ തോരൻ വെക്കുമെന്ന് നിർബന്ധം പിടിക്കണ്ട. അത് വാഴക്കൂമ്പായാലും മതി. സ്വന്തം വിപണന കേന്ദ്രമാണ് ബാലചന്ദ്രന്റെ വിജയ രഹസ്യം. കൃഷിയും സംഭരണവും വിപണനവും ഒരു കുടക്കീഴിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ബാലചന്ദ്രൻ എന്ന കർഷകന്റെ വിജയത്തിന് ആധാരം. പുത്തൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ.